ഹായ് സ്റ്റുഡൻസ്. സോ എല്ലാവർക്കും ചെറിയൊരു ഇഷ്യൂ നിങ്ങളെല്ലാവരും നേരിടുന്നുണ്ടെന്ന് എനിക്കറിയാം. ദാറ്റ് ഈസ് നമ്മുടെ സ്റ്റഡി ഹബ്ബ് എങ്ങനെ ആക്സസ് ചെയ്യുന്നുള്ളതാണ്. സ്റ്റഡി ഹബ്ബ് ഒന്നുമില്ല, അവിടെ ജസ്റ്റ് ACC സ്റ്റഡി ഹബ്ബ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന നോർമൽ പോലെ. സോ ഇവിടെ നമുക്ക് ACC സ്റ്റഡി ഹബ്ബ് എന്ന് കാണാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ACCയുടെ വെബ്സൈറ്റ് തന്നെ അല്ലേ എന്നുള്ളത്. ഓക്കെ, സോ ACC സ്റ്റഡി ഹബ്ബ് നമ്മൾ ക്ലിക്ക് ചെയ്യും. നിങ്ങളെല്ലാവരും ഫേസ് ചെയ്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്രയും കാലം എന്തായിരുന്നു, ലോഗിൻ ടു ഡയറക്റ്റ് സ്റ്റഡി ഹബ്ബ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതില്ല. നമ്മൾ എന്ത് ചെയ്യണം, മൈ ACC ക്ലിക്ക് ചെയ്യാം. സോ ലോഗിൻ ടു മൈ ACC എന്ന് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനൊരു പേജ് വരും. ഇവിടെ സൈൻ ഇൻ കാണാം. സൈൻ ഇൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇറ്റ് ലോഡ്. നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുന്നു, സൈൻ ഇൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണാം. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ പോകും. സ്റ്റഡി സപ്പോർട്ട് റിസോഴ്സസ് ഒക്കെ പോകും. അവിടെ ഒന്നും അല്ല പോകേണ്ടത്, ക്വാളിഫിക്കേഷൻ പ്രോഗ്രസ്സിൽ പോകും. ക്വാളിഫിക്കേഷൻ പ്രോഗ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതിൽ ഏറ്റവും അടിയിൽ കണ്ടു സ്റ്റഡി ഹബ്, പ്രാക്ടീസ് പ്ലാറ്റ്ഫോം എല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ പ്രാക്ടീസ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഇവിടെ എടുക്കാം, അല്ല സ്റ്റഡി ഹബ്ബ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം. സ്റ്റഡി ഹബ്ബ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ ഒബ്വിയസ്ലി ലോഡ് ആവാൻ ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഒരു സിറ്റുവേഷനാണ് ഞാൻ പറയുന്നത്. എന്ന് പറയുമ്പോൾ August 4, 2026 ആണ്. സോ ഇന്നത്തെ ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ചില സമയത്ത് നിങ്ങൾക്ക് രണ്ട് ഇഷ്യൂസ് വരും സ്റ്റഡി ഹബ്ബിൽ. ഒന്നെന്ന് പറയുന്നത് ഒന്നും ലോഡ് ആവില്ല, ജസ്റ്റ് വൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ക്ലോസ് ചെയ്യുക, റീഓപ്പൺ ചെയ്യാം. ഓക്കെ, ചില സമയത്ത് ചില കോഴ്സുകൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന SBR FAR പേപ്പേഴ്സ് ഒന്നും കാണില്ല. സോ അപ്പോഴും അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ റീഫ്രഷ് ചെയ്യാം. ഓക്കെ, സോ ACCയുടെ സൈറ്റ് മെയിൻ്റനൻസ് കാരണമാണ് ഇങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഓപ്ഷൻ ഇനി വരുമെന്ന്, ഇവിടെ നമ്മളെ പഴയ പോലെ ഇവിടെ ആ ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് ഓപ്പ് ചെയ്യാം, ബട്ട് ഐ ഡോണ്ട് നോ. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇത് ലോഡ് ആവുന്നൊന്നുമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇഷ്യൂ ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, ലോഡ് ആവും എന്തായാലും. ഇറ്റ്സ് കമ്മിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് സ്റ്റഡി ഹബ്ബ് ആക്സസ് ചെയ്യേണ്ടത്. യെസ്, എനിക്ക് സ്റ്റഡി ഹബ്ബ് കിട്ടി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ എന്തായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ സ്റ്റഡി ഹബ്ബിൻ്റെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞു തരാം. ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ. നമുക്ക് ഇവിടെ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സബ്ജക്റ്റുകൾ വേണമെങ്കിൽ മാറ്റാൻ പറ്റും. ഓക്കെ, ഓരോ സബ്ജക്റ്റ് എടുക്കാം. ആൻഡ് നമുക്കിവിടെ ഫ്ലാഷ് കാർഡ്സ് ഉണ്ട്, ക്വിസസ് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, സെർച്ച് ഉണ്ട്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ നെയിമുകൾ. ക്ലിയർ? ആൻഡ് നമുക്കിപ്പോൾ ചാപ്റ്റർ നെയിമിൽ എല്ലാ ചാപ്റ്റർ നോക്കേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ ഓരോന്നിനും ഡിഫറെൻറ്റ്, ഇതെല്ലാം നിങ്ങൾ സ്റ്റഡി ഹബ്ബ് യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. ഇതെല്ലാം ഓരോ സബ് സെക്ഷൻസ് ആണ്. സോ സബ് സെക്ഷൻസ് നമുക്ക് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, ആൻഡ് ഓരോ വട്ടവും നിങ്ങൾ ബാക്ക് അടിച്ച് വരണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെക്ഷൻസ് ഇങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഏത് ഏരിയയിലോട്ട് വേണമെങ്കിലും ബാക്കിലോട്ട് പോകാണ്ട് തന്നെ ഇവിടുന്ന് വേണമെങ്കിൽ പോകാൻ വേണ്ടി പറ്റും. ഓക്കെ, പിന്നെ വേറെ എന്താ ഇതിൽ പറയാനുള്ളത്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഓക്കെ, സോ സ്റ്റഡി ഹബ്ബ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ വിഷയം. അത് ഇവിടെയുണ്ട്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഇറ്റ്. ദെൻ ഇവിടെ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ദിസ് ആൻ AI അസിസ്റ്റൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കാം. ഓക്കെ, ദിസ് എ ന്യൂ ടൂൾ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. സ്റ്റഡി ഹബ്ബ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇത് കാണിച്ചു തരണം ഞാൻ വിചാരിച്ചാണ്. ചിലവർക്ക് ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഡ്യൂ ടു എപ്പോഴും നോട്ട് എറ്റ് സ്റ്റാർട്ടഡിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട പേപ്പർ, ഞാൻ FAU ഇവിടെ സ്റ്റഡി കൊടുക്കുന്നു. അത് സ്റ്റഡി കൊടുത്താലാണ് ഇവിടെ ഡാഷ് ബോർഡിലോട്ട് വരിക. കാണിച്ചുതരാം, നോക്കിക്കോ. സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ FIU ഓപ്പൺ ആയി. എനിക്ക് എഗെയിൻ ഞാൻ ബാക്ക് ടു ഡാഷ് ബോർഡ് പോകുന്നു. ഡാഷ് ബോർഡ് പോകാം, മൈ അക്കൗണ്ട് പോയിട്ട് യൂസർ കൊടുത്താൽ മതി, ഡാഷ് ബോർഡിൽ പോവാം. അപ്പോൾ എനിക്കിവിടെ FAU വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ ഡാഷ് ബോർഡ് ഇൻ പ്രോഗ്രസ്സിൽ പോയാലും മതി. ഇൻ പ്രോഗ്രസ്സിൽ ഇവിടെ വരേണ്ടതാണ്. ഓക്കെ, ആൻഡ് റീസെൻ്റ്ലി വിസിറ്റഡ് ടൈറ്റിൽ A to Z. നത്തിങ് ഈസ് കമ്മിങ്. സോ നോർമലി അവിടെ നമ്മൾ അസൈൻ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, നോട്ട് സ്റ്റാർട്ടിൽ ഇവിടെ സ്റ്റഡി കൊടുത്തു കഴിഞ്ഞാൽ അത് നോർമലി ഇവിടെ വരും കേട്ടോ. സോ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. സോ ഇതൊക്കെ ഇവിടെ വന്നേക്കുന്നത് കാണുന്നുണ്ടല്ലോ. സോ ദാറ്റ് ഈസ് എറ്റ്. പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല, കാരണം എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാറൊന്നുമില്ല. അതിനോ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാ ക്വിസസും എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റിലോട്ട് മാറും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു ബ്രീഫ്, സ്റ്റഡി ഹബ്ബിൻ്റെ ഒരു ബ്രീഫ്. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കാം. ബൈ.